നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് ആശുപത്രിയിൽ. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. മാപ്രാണം കുഴിക്കാട്ടുകോണത്ത് മലമ്പാമ്പ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തി. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. പരിചയത്തിന്റെ പേരിൽ ബാറിൽ വെച്ച് ചിരിച്ചതിന് മധ്യവയസ്കനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലികോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. വിശദമായ വാർത്തയിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് ആശുപത്രിയിൽ. ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് ചോർന്ന് വീട്ടിൽ തീപിടുത്തവും പൊട്ടിത്തെറിയുമുണ്ടായ സംഭവത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. വെള്ളാങ്കല്ലൂർ 3-ാം വാർഡിൽ എരുമത്തടം സ്വദേശി തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രന്റെ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് ഇന്ന് പുലർച്ചെയോടെ മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വെള്ളാങ്കല്ലൂരിലെത്തിക്കും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ജയശ്രീയും ഭർത്താവ് രവീന്ദ്രനും ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തി ലൈറ്റ് ഓൺ ചെയ്തപ്പോഴാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ 2ഉം വീടിന് പുറത്താണ് വച്ചിരുന്നത്. ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം. രവീന്ദ്രൻ ഇപ്പോഴും എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിലടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞ് നിന്നിരുന്നതിനാൽ വീട് മുഴുവനും തീ പടർന്ന് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപകട വിവരമറിഞ്ഞ് ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:45-നാണ് അപകടമുണ്ടായത്. തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ഭാഗത്താണ് അപകടത്തിൽപ്പെട്ടത്. കാർ അമിത വേഗതയിലായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടം കണ്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് കാർ ഉയർത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത്. മാപ്രാണം കുഴിക്കാട്ടുകോണത്ത് മലമ്പാമ്പ് കുറുനരിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെയാണ് കൊരമ്പിൽ മഹേഷിന്റെ വീടിന്റെ പരിസരത്ത് പാമ്പിനെ കണ്ടെത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ ഷബീറിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ പിടികൂടി ഫോറസ്റ്റിനെ ഏൽപ്പിച്ചു. അല്ലടാ വീടില്ലേ അത് നേരെ വഴി ഇറങ്ങുന്ന ഒരു പാട്ടില്ലേ? ഞാൻ വന്നാ കാണാത്ത പിടിച്ചോട്ടോ. പിടിച്ചോട്ടോ നടുക്ക് പിടിക്കുന്ന ചേട്ടാ. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു.
ഡാമിന്റെ റിവേഴ്സ് ലൂയിസ് വഴി പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവാണ് കൂട്ടിയത്. സെക്കൻഡിൽ 3.64 ഘനമീറ്റർ വെള്ളമാണ് അധികമായി പുറത്തേക്ക് ഒഴുക്കുന്നത്. ചൊവ്വാഴ്ച 11-നാണ് വാൽവ് കൂടുതലായി തുറന്നത്. ഇതോടെ ചിമ്മിനിയിൽ നിന്ന് 26.36 മീറ്റർ ക്യൂബ് വെള്ളമാണ് കുറിമാലി പുഴയിലേക്ക് ഒഴുക്കുന്നത്. നിലവിൽ ഡാമിൽ 70.82 മീറ്ററാണ് ജലനിരപ്പ്. 111.15 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. ഇത് പരമാവധി സംഭരണശേഷിയുടെ 73.34%. 76.70 മീറ്ററാണ് ചിമ്മിനിയുടെ പരമാവധി ജലനിരപ്പ്. പരമാവധി സംഭരണശേഷി 151.55 ദശലക്ഷം ഘനമീറ്ററാണ്. നിലവിൽ സ്ലൂയിസ് വഴി 16.36 ഘനമീറ്റർ വെള്ളവും KSEB വാൽവ് വഴി 6.36 ഘനമീറ്റർ വെള്ളവുമാണ് തുറന്നുവിട്ടിരുന്നത്. കുറുമാലി പുഴയിൽ ജലനിരപ്പ് 10 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പരിചയത്തിന്റെ പേരിൽ ബാറിൽ വെച്ച് ചിരിച്ചതിന് മധ്യവയസ്കനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. ചെമ്മാപ്പിള്ളി സ്വദേശി കോരമ്പി വീട്ടിൽ അജീഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 8ഓടെ തൃപ്രയാറുള്ള ബാറിലിരുന്ന് പെരിങ്ങോട്ടുകര വടക്കുമുറി സ്വദേശി ഇരിക്കലിൽ വീട്ടിൽ സുരേഷ് കുമാറും സുഹൃത്തും കൂടി മദ്യപിച്ചുകൊണ്ടിരിക്കെ മുൻപ് കണ്ടുപരിചയമുള്ള അജീഷിനെ നോക്കി ചിരിച്ചപ്പോൾ ഇയാൾ സുരേഷ് കുമാറിനെ അസഭ്യം പറയുകയും കയ്യിലിരുന്ന ഗ്ലാസ് കൊണ്ട് മുഖത്തടിച്ചും മറ്റും പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. തുടർന്ന് ഇയാളുടെ പരാതിയിൽ വലപ്പാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കുറച്ച് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഓടിയത്. ദേശീയപാതയിലും തിരക്ക് കുറവായിരുന്നു. ചുരുക്കം ചില ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നടത്തി. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, ആമ്പല്ലൂർ, വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രകടനം നടത്തി. വരന്തരപ്പള്ളി മേഖലയിലും കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. ബുധനാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലികോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ്, CITU നേതാക്കളായ PG വാസുദേവൻ നായർ, MK മോഹനൻ, സന്തോഷ് പാറളം, KD അപ്പച്ചൻ, AK ബാലൻ, അൻവർ സാദിഖ്, KV റീസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 60 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,000 രൂപ, പവന് 72,000 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ഭർത്താവ് ആശുപത്രിയിൽ. ദേശീയപാതയിൽ നിയന്ത്രണ വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചുമറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു.
മാപ്രാണം കുഴിക്കാട്ടുകോണത്ത് മലമ്പാമ്പ് കുറുനറിയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തി. റൂൾ കർവ് പ്രകാരമുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതിനായി ചിമ്മിനി ഡാം കൂടുതൽ തുറന്നു. പരിചയത്തിന്റെ പേരിൽ ബാറിൽ വെച്ച് ചിരിച്ചതിന് മധ്യവയസ്കനെ ആക്രമിച്ച പ്രതി അറസ്റ്റിൽ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലികോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.